ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് അഴീക്കലേക്കാണ് പോകുന്നത്. വേഗം എടുത്തൊരു തീരുമാനമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏതൊരു 4:45 കഴിഞ്ഞ് നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ പോയിരുന്നെങ്കിലും നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കുമല്ലോ എന്തായാലും. അങ്ങനെ അതൊക്കെ എടുത്ത് എന്നിട്ട് ലാമിയുടെ കുറച്ച് ക്ലിപ്സ് എടുത്ത്. ലാമി ഇപ്പോൾ സെക്കൻഡ് ടൈം ആണെന്ന് തോന്നുന്നു ഇപ്പം ബീച്ചിൽ വരുന്നത്. പക്ഷേ അവർക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഉമ്മച്ചാക്കും ബാബുച്ചാക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മസാല എന്താണെന്നറിയില്ല, ആ സാധനം മേടിച്ചു. അത് അവർക്കും കൊടുത്തു. പിന്നെ എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാനും അൻസിയും കൂടെ ആ പാനിപ്പൂരിയുടെ സെക്ഷനിലേക്ക് പോയി. അതും ഞങ്ങളൊരു പ്ലേറ്റ് മേടിച്ച്. ഇതിന് ശേഷം നമുക്ക് പിന്നെ മെയിനായിട്ട് വേണ്ടത് ഐസ്ക്രീമാണല്ലോ. അപ്പോൾ ഉമ്മായും അൻസിയും മേടിച്ചത് ബ്ലൂബെറി ആണെന്ന് തോന്നി. ഞാൻ മേടിച്ചത് ഓറിയോ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ലാമിക്ക് ബീച്ച് കണ്ടതിലും എക്സൈറ്റ്മെൻറ്റ് കൂടുതൽ ഐസ്ക്രീം കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ലാമിയായിട്ട് കുറച്ച് ക്ലിപ്സ് ഞാനും അൻസിയും എടുത്ത് അവളെ ഇങ്ങനെ ബീച്ചിലൂടെ നടത്തി. എന്നിട്ട് നമ്മളൊരു 6:45 ആയപ്പം വീട്ടിലേക്ക് തിരിച്ച് കരുനാഗപ്പള്ളി സൈൻ ലബാൻ തുടങ്ങിയല്ലോ, അവിടെ കയറി എന്തോ ഒരു സാധനം പേര് മറന്നുപോയി. അത് പാഴ്സലാണ് മേടിച്ചത്. കാരണം തിന്നാനുള്ള സമയം നമുക്കില്ല, വേഗം വീട്ടിലെത്തുക എന്നതാണ് നമ്മുടെ അടുത്ത ഒരു ഇതും. അവിടെ വന്ന് എന്തോ അതിൻ്റെ പേരറിയത്തില്ല, ന്യൂട്ടല്ലയും സ്ട്രോബെറി അങ്ങനെ എന്തൊക്കെയോ ഇട്ടൊരു സാധനമാണ് മേടിച്ചത്. പക്ഷെ ടേസ്റ്റ് കൊള്ളായിരുന്നു. അപ്പോൾ ബൈ ഗായ്സ്.